കായംകുളം കറ്റാനത്തെ തീപിടുത്തം അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച് മന്ത്രി എം ലിജു. സംഭവത്തിലുണ്ടായ നാശനഷ്ടം കണക്കാക്കുവാൻ മന്ത്രി നിർദ്ദേശം നൽകി നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും എം ലിജു പറഞ്ഞു. കായംകുളം കറ്റാനത്ത തീപിടുത്തത്തെ തുടർന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് കത്തിനശിച്ച സംഭവത്തിൽ നാശനഷ്ടം കണക്കാക്കാൻ മന്ത്രി എം ലിജു നിർദ്ദേശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ അഗ്നിരക്ഷാസേനയെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനെയും LSGD ഉൾപ്പെടെ അനുബന്ധ വകുപ്പുകളെയും മന്ത്രി ചുമതലപ്പെടുത്തി. വീടുകൾക്കുണ്ടായിരിക്കുന്ന നഷ്ടവും അനുബന്ധ കേടുപാടുകളും പരിശോധിക്കാൻ LSGD എഞ്ചിനീയറെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉടൻ തന്നെ വീട്ടുടമകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ കറ്റാനത്തുണ്ടായ വളരെ ഗുരുതരമായ തീപിടുത്തത്തെ സംബന്ധിച്ച അന്വേഷണം നടത്താനും അതുമായി ബന്ധപ്പെട്ട നടപടികൾ, അതായത് ഒരു റെക്ടിഫിക്കേഷൻ നടപടികൾക്കുമായിട്ടാണ് ബഹുമാന്യനായ കളക്ടർ ഇവിടെ എത്തിച്ചേർന്നത്. ഞങ്ങൾ രാവിലെ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ എത്തി ഇത് സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ജോയിൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം തീപിടുത്തത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അസസ് ചെയ്യുവാൻ, അത് ഫയർഫോഴ്സിൻ്റെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെയും ഇവിടുത്തെ ലോക്കൽ ബോഡിയിലെ എഞ്ചിനീയറുടെയും അതോടൊപ്പം തന്നെ അനുബന്ധമായ മുഴുവൻ വകുപ്പുകളിലെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ ടീം രൂപീകരിച്ചിട്ടുണ്ട്. കളക്ടർ അതിൻ്റെ ഉത്തരവ് ഇപ്പോൾ തന്നെ പുറപ്പെടുവിക്കുന്നു. ആ ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ ടീമിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു അപകടമുണ്ടായത്, അത് തുടർന്നുണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപകടം മൂലം എത്രമാത്രം നഷ്ടമുണ്ടായി, ഇതെല്ലാം തന്നെ ഈ ഒരു ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ ടീം അന്വേഷിക്കുന്നതാണ്. ഈ സമീപത്തുള്ള വീടുകളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വീടുകളിലെ ഉണ്ടായിരിക്കുന്ന നഷ്ടം, വീടിൻ്റെ സ്ട്രക്ചറിനുണ്ടായിരിക്കുന്ന ദൗർബല്യം, ഇതൊക്കെ തന്നെ LSGയുടെ ലോക്കൽ ഗവൺമെൻറ്, നമ്മുടെ LSGയുടെ എഞ്ചിനീയറെ അതിൻ്റെ നഷ്ടങ്ങൾ വിലയിരുത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വളരെ അടിയന്തരമായി അവരതിൻ്റെ നഷ്ടം, അതിൻ്റെ ദൗർബല്യം വിലയിരുത്തിയതിനു ശേഷം കളക്ടർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നടപടികളും സ്വീകരിക്കുന്നു. ജില്ലാ കളക്ടർ ഷാജി വി നായരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. അപകടസ്ഥലത്തിന് സമീപമുള്ള വീടുകളിലെ താമസക്കാരെ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി കളക്ടർ പറഞ്ഞു. ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ഉൾപ്പെടുന്ന സമഗ്രമായ റിപ്പോർട്ട് ഉടൻ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.